വിശ്വാമിത്ര മഹർഷിയും 2 കുമാരന്മാരും മിഥിലയിൽ എത്തിയിരിക്കുന്നു. അതെ രാജാവേ, സുന്ദരന്മാരായ 2 യുവാക്കൾ തേജസ്സുള്ള മുഖം. അങ്ങയെ മുഖം കാണിക്കാൻ അവരെത്തിയിരിക്കുകയാണ്. മഹാരാജാവേ, ഞങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവരട്ടെ? അവരെ ആദരവോടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കൂ. സ്വാഗതം മഹർഷി. മിഥിലയുടെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. മിഥിലയുടെ അധിപന് മംഗളം ഭവിക്കട്ടെ. മഹർഷി, നിങ്ങൾ ആഗമനം ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നു. അങ്ങേപ്പോലൊരു മഹാതാപസ്വി നമ്മുടെ മിഥിലയിൽ കാലുവെക്കുന്നത് തന്നെ പുണ്യമാണ്. ഈ യുവരാജാക്കന്മാരാരാണ് മഹർഷി? അവരുടെ രൂപമാധുര്യം ദിവ്യമാണല്ലോ. മഹാരാജ, ഇവരാണ് ദശരഥപുത്രന്മാരായ രാമനും ലക്ഷ്മണനും. അവരുടെ യാഗത്തിന് വന്ന് അസൂര്യന്മാരെ പരാജയപ്പെടുത്തി. ഇപ്പോൾ ഞാൻ ഇവരെ നിങ്ങളുടെ സ്വയംവര ദർശനത്തിനായി കൊണ്ടുവന്നിരിക്കുന്നു. ആഹാ, ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരോ? അവരിൽ ധൈര്യവും ദിവ്യതയും തിളങ്ങുന്നു. സ്വാഗതം കുമാരന്മാരെ, മിഥിലയിലേക്ക് സ്വാഗതം. സീതേ, നമുക്കിവരെ സന്തോഷത്തോടെ സ്വീകരിക്കാം. മഹർഷി, നിങ്ങൾക്കും ഈ ദിവ്യരൂപികളായ രാജകുമാരന്മാർക്കും മിഥിലയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാജ്ഞി, മിഥിലയുടെ വാത്സല്യം ഞങ്ങൾ അറിയുന്നു. മഹാരാജ, നാളെയല്ലേ സ്വയംവരം? അതിനു മുമ്പ് ഈ ബാലന്മാർക്ക് വിശ്രമം നൽകണം. തീർച്ചയായും മഹർഷി, ഇവർക്കായി വിശ്രമഗ്രഹം ഒരുക്കുക. പൂക്കളും സുഗന്ധജലവും സദ്ഭക്ഷണവും ഒരുങ്ങട്ടെ. ആജ്ഞ പോലെ മഹാരാജ. സീതേ, നാളെയാണ് സുദിനം. ധർമ്മം തന്നെ പുതിയ വഴിയിലേക്ക് പോകുന്നു. അമ്മേ, ഹൃദയം വിചിത്രമായ ഒരു ശാന്തതയിലേക്ക് നീങ്ങുന്നു. എന്തോ ദൈവസൂചനയാണെന്ന് തോന്നുന്നു. ശുഭം ഭവതു സീതേ. ദേവതകൾ നിന്റെ മനസ്സിനെ നയിക്കും. മിഥിലയിലെ ജനങ്ങളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നു. മഹാശിവന്റെ വില്ല് പുറത്തെടുക്കാൻ സമയമായിരിക്കുന്നു. ആ വില്ല് സദസ്സിൻ്റെ മധ്യത്തിലെത്തിക്കാം. ഇത്തരം സന്ദർഭങ്ങളിലല്ലേ നമുക്കത് കാണാൻ പറ്റുകയുള്ളൂ. ഞാൻ പടയാളികളെ വിളിച്ച് അതിനുള്ള ഏർപ്പാട് ചെയ്യാം. വില്ല് കൊണ്ടുവരട്ടെ? ഇതാണ് ശിവധനു വില്ല്. ഈ വില്ല് ആരെടുത്ത് കുലയ്ക്കുന്നുവോ അവർക്കായിരിക്കും എൻ്റെ പുത്രിയെ വധുവായി നൽകുക. രാജകുമാരന്മാരെ, നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ പരിശ്രമം വിജയിക്കട്ടെ. വിക്രമദേവൻ, എനിക്ക് നിഷ്പ്രയാസം ഈ വില്ല് ഒടിക്കാനാകും. തികഞ്ഞ ആത്മവിശ്വാസം, നിറഞ്ഞ അഭിമാനി, ഇവയൊക്കെ എൻ്റെ ഗുണങ്ങൾ. ഈ വില്ല് എൻ്റെ കയ്യിലല്ലാതെ മറ്റ് ആരുടെ കയ്യിലും നിൽക്കില്ല. ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നു. നാം മഗധ രാജ്യത്തിലെ ധീരേന്ദ്രൻ, അതിശക്തൻ,
എൻ്റെ പേര് കേട്ടാൽ തന്നെ ഈ ലോകം വിറയ്ക്കും. ഞാൻ ഈ വില്ല് തേച്ചൊടിക്കും. ഒരു കണ്ണിറുക്കിനുള്ളിൽ ഞാനിത് പൊട്ടിക്കും. അയ്യോ, പറ്റുന്നില്ലല്ലോ. അയ്യോ, എനിക്ക് പറ്റുന്നില്ലല്ലോ. എന്തു പറ്റി? എനിക്കോ എന്തു പറ്റി? നാം കാശി രാജാവ് ഹരിശ്ചന്ദ്രവർമ്മൻ തികഞ്ഞ ധാർമ്മികനും സത്യസന്ധനും. ഞാൻ ശ്രമിക്കും. വിജയമോ പരാജയമോ ദേവതകളുടെ വിധി. ഞാൻ അശക്തൻ. ഞാൻ അങ്കിരാജിത്ത്, ഭയങ്കര ഭൈരവൻ. ഞാനൊരു കിടിലൻ പോരാളിയാണ്. വില്ലൊടിക്കുമെന്ന് മാത്രമല്ല, വില്ലിനൊപ്പം കൊട്ടാരം തന്നെ ഒടിക്കും. അയ്യോ, വയ്യേ. ഞാൻ കുരുവംശത്തിലെ ദൃഢവിക്രമൻ, ഗൗരവവും ധീരതയും ചേർന്നവൻ. ധനുർവേദം എൻ്റെ രക്തത്തിൽ എഴുതിയിരിക്കുന്നു. ഈ വില്ല് എൻ്റെ വിധിയാണ്. ശക്തൻ പക്ഷെ നിഷ്കളങ്കൻ. ഞാനിപ്പോൾ വില്ലൊടിക്കും. വില്ലൊടിച്ചാൽ ലോകം വിസ്മയപ്പെടും. ഞാൻ അങ്ങനെ തോറ്റു പിന്മാറുന്നവനല്ല. അയ്യോ അമ്മേ, ശ്രമം വിഫലമാകുന്നല്ലോ. എൻ്റെ ധൈര്യം ചോർന്നു പോകുന്നു. ഞാനാണ് ചോളരാജ്യത്തിൻ്റെ കുമാരൻ ദേവദാസ്. ഈ വില്ലൊടിച്ച് സീതാദേവിയെ സ്വന്തമാക്കുന്നത് ഞാൻ തന്നെ. ഇതെന്തൊരു വിധി! എനിക്കിതിന് കഴിയുന്നില്ലല്ലോ. ജനക മഹാരാജാവേ, രാമൻ ശ്രമിക്കട്ടെ. അതെ, ആ ധീരനായ യുവാവ് ശ്രമിക്കട്ടെ. ജ്യേഷ്ഠ, ശിവന്റെ വില്ലാണത്, സൂക്ഷിക്കണം. ലക്ഷ്മണ, എനിക്ക് ഭയമില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. വില്ലുപൊട്ടി, അത്ഭുതമായിരിക്കുന്നല്ലോ. ശിവന്റെ അനുഗ്രഹം നേടിയ കുമാരനാണിവൻ. സീതേ, നിന്റെ വിധി നിർണയമായിരിക്കുന്നു. പ്രഭോ, ജനകദാത, ഞങ്ങൾ അയോധ്യയിൽ നിന്നും ധീരരാമന്റെ വിജയം കേട്ട് വന്നതാണ്. ജ്യേഷ്ഠൻ ശിവധനു ഒടിച്ചു വന്നോ? ആ സത്യമാണോ? സത്യമാണ് ധീരകുമാര. ഞാൻ തന്നെയാണ് അവനെ സീതാദേവിയുടെ വരനായി പ്രഖ്യാപിച്ചത്. ശിവധനു തകർന്നു വീണപ്പോൾ മിഥില മുഴുവൻ വിറച്ചു. അയ്യോ, ശിവധനു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ പോലും ഭാരം തോന്നുന്നു. പക്ഷെ ജ്യേഷ്ഠൻ അതിനെ പൊട്ടിച്ചു എന്ന് കേൾക്കുമ്പോൾ ഹൃദയം അഭിമാനത്തോടെ സന്തോഷിക്കുന്നു. രാമൻ, ധർമ്മവും ധൈര്യവും ഒരുമിച്ച് ചേർന്ന മനുഷ്യൻ. എവിടെ ജ്യേഷ്ഠൻ? അദ്ദേഹത്തെ കണ്ട് വണങ്ങട്ടെ. അനുജന്മാരെ, എത്ര നാളായി കണ്ടിട്ട്. ദൈവം നമുക്കിവിടെ ഒരു സംഗമം ഒരുക്കിയല്ലോ.
ഞങ്ങൾ അയോധ്യയിൽ നിന്ന് വാർത്ത കേട്ടപ്പോൾ തന്നെ മനസ്സ് കുളിരണിഞ്ഞു. ശിവധനു പൊട്ടിച്ചവൻ എൻ്റെ സഹോദരനാണെന്ന് പറയുമ്പോൾ ലോകം തന്നെ ഞങ്ങളോടൊപ്പം അഭിമാനിക്കുന്നു. ജ്യേഷ്ഠ, അങ്ങ് ശിവധനു ഒടിച്ച വാർത്ത അറിയുമ്പോൾ ആദ്യം സന്തോഷിക്കുന്നത് അമ്മ കൈകേയിയായിരിക്കും. അയോധ്യ ഇന്ന് ധന്യമായിരിക്കുന്നു. ധർമ്മം, ഭക്തി, ബലം, സൗമ്യത ഇവയെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു. ഇതൊരു ദൈവാനുഗ്രഹം. ഇന്ന് ഭരതനും ശത്രുഘ്നും എത്തിയോടെ ഈ സംഗമം ഇവിടെ പൂർണ്ണമാകുന്നു. ആഹാ, ദിവ്യദർശനം! ദശരഥപുത്രൻ രാമൻ ഭഗവാൻ തന്നെയല്ലേ? ശിവധനസ്സിനെ കുലച്ചു മഹാപുരുഷൻ എൻ്റെ മകളുടെ ഭാഗ്യവരനായി ഇന്നു മിഥിലയെ അനുഗ്രഹിച്ചു. സീതേ, എൻ്റെ മനസ്സിൻ്റെ മുത്തേ, നീ കണ്ടുവല്ലോ, ധർമ്മം, ശൗര്യം, വിനയം എല്ലാം രാമനിൽ ഒരുമിച്ചിരിക്കുന്നു. ഇവനാണ് നിന്റെ ഭാഗ്യവരൻ. നീ നിന്റെ പൂമാലയുമായി മുന്നോട്ട് ചെന്ന് അദ്ദേഹത്തിന് വരണമാല ചാർത്തുക. ദാദാ, എൻ്റെ ഹൃദയം തന്നെയാണ് ഈ മാലയിൽ ചേർന്നത്. കുമാരനെ കാണുമ്പോൾ ലോകം ശാന്തമായി തീരുന്നു. മകളെ, നിന്റെ ജീവിതപദം ഇന്ന് ആരംഭിക്കുന്നു. പുഷ്പമാല കയ്യിൽ, സ്നേഹത്തിന്റെ ഉറപ്പ് ഹൃദയത്തിലുണ്ടാകട്ടെ. പൂവിൻ മണം നിറയട്ടെ മിഥിലയിൽ, സീതാരാമന്മാർ ചേർന്നിടും നിമിഷത്തിൽ. പ്രഭോ, എൻ്റെ ജീവിതം ധർമ്മത്തിനായി, സ്നേഹത്തിനായി, സത്യത്തിനായി നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. ജയ 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 ജയ, സീതാരാമന്മാർ ദീർഘായുസ്സായിരിക്കട്ടെ. ഇന്ന് മിഥിലയിൽ ശിവാനുഗ്രഹം പ്രസന്നമായി. സീതയും രാമനും ധർമ്മത്തിൻ്റെ ദീപങ്ങൾ ഭൂമിയിൽ ചേർന്നിരിക്കുന്നു.